തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് രണ്ട് പ്രവാചകന്മാരെ നമ്മൾ പഠിക്കുകയുണ്ടായി. മിക്ക പ്രവാചകനെയും അതുപോലെ തന്നെ നാഹും പ്രവാചകനെയും. ഇന്നിതാ ഒരു 3 പ്രവാചകന്മാരെ നമ്മൾ ഒന്നിച്ച് കാണുകയാണ്. അവരുടെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഹെസക്കിയയുടെ കാലഘട്ടത്തെയും അസീറിയൻ രാജാവായ സന്നാക്രിബിന്റെ കാലഘട്ടത്തെയും മിക്ക പ്രവാചകരിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അസീറിയയുടെ പതനത്തെക്കുറിച്ച് 612 BC-യിൽ നിനിവേ നഗരത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നാഹും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുക. ഇത്രയുമാണ് നമ്മൾ കണ്ടത്. ഇനി വരുന്ന 2-3 പ്രവാചകന്മാരാണ് ഹബക്കുക്ക്, സഫനിയ, അതുപോലെ തന്നെ ഓബദിയ. ഈ 3 പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. പ്രത്യേകിച്ച് ഹബക്കുക്കും സഫനിയയുടെയും കാലഘട്ടം ഒരേ കാലഘട്ടമായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാലഘട്ടം ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19, 20 അധ്യായങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ പ്രത്യേകിച്ച് മിക്ക പ്രവാചകന്റെയും നാഹുമിന്റെയും ഒക്കെ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ, ഇന്ന് നമ്മൾ പോകുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 21, 22, 23 അധ്യായങ്ങളിലേക്കാണ്. എന്താണ് 21-ാമത്തെ അധ്യായത്തിന്റെ ഒക്കെ പ്രത്യേകതയായിട്ട് നിൽക്കുക? ഹെസക്കിയയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേലിൽ കടന്നു വരുന്ന രാജാവാണ് മനാസെ എന്ന് പറയുന്ന രാജാവ്. 21-ാമത്തെ അധ്യായത്തിലാണ് മനാസെ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഹെസക്കിയ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ രാജാവായിരുന്നെങ്കിൽ മനാസെ നേരെ ഓപ്പോസിറ്റാണ്. ഹെസക്കിയ അസീറിയൻ രാജാക്കന്മാരുടെ ബിംബങ്ങളെയും അതുപോലെ തന്നെ അസീറിയൻ ദേവതകളുടെയും ഒക്കെ ബിംബങ്ങളെയും ജെറുസലേം ദേവാലയത്തിൽ നിന്നും ജൂദാ ഗോത്രത്തിൽ നിന്നും എടുത്തു കളഞ്ഞെങ്കിൽ, മനാസെ എന്ന് പറയുന്ന വ്യക്തി പ്രോ അസീറിയൻ, അതായത് അസീറിയക്കാരോട് കൂറുള്ള ഒരു രാജാവായിട്ട് വാഴുകയാണ്. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആഹാസിന്റെ കാലഘട്ടം മുതലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ മിശ്രിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തില് ജൂദാ ദേശത്ത് കടന്നു വരിക. ആഹാസ് അസീറിയക്കാരോട് കൂറു പുലർത്തിയെങ്കിൽ തന്റെ പുത്രനായ ഹെസക്കിയ അസീറിയക്കാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അതുവഴിയായി അസീറിയൻ ദേവന്മാരെയും ദേവതകളെയും ഇസ്രായേലിൽ നിന്നും ജൂദായിൽ നിന്നും ഒക്കെ പാടെ നിഷ്കാസനം ചെയ്യുകയും ഏക ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഹെസക്കിയ. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രനായ മനാസെ അസീറിയക്കാരോട് കൂട്ടുചേർന്ന് അസീറിയൻ ദേവതകളെയും ബിംബങ്ങളെയും ഇസ്രായേൽ ജൂദാദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ദേവാലയത്തിലേക്കും ഒക്കെ കൊണ്ടുവരികയും ഏക ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ജൂദാദേശത്ത് നിന്ന് പാടെ എടുത്തു കളയുകയും ചെയ്ത വ്യക്തിയായിരുന്നു മനാസെ. അതുകൊണ്ടാണ് മനാസയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്
അവൻ തന്റെ പിതാവായ ദാവീദിന്റെ പാതയിലൂടെ അല്ല യാത്ര ചെയ്തത്. അദ്ദേഹത്തിന്റെ പുത്രനായ അമോൻ എന്ന് പറയുന്ന ഒരു പുത്രൻ, അദ്ദേഹവും ഇതുപോലെയാണ് തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രോ അസീറിയൻ ചിന്താഗതിയോടുകൂടി അസീറിയക്കാരുടെ അടിമകളായി, അല്ലെങ്കിൽ അസീറിയൻ രാജാക്കന്മാരുടെ വാസൽ കിങ്സായി ഈ ജൂദാദേശത്തിലെ രാജാക്കന്മാരായ മനാസയും അമോനും കടന്നു വരികയാണ്. അമോൻ എന്ന വാക്ക് തന്നെ വളരെ വിചിത്രമാണ്. കാരണം മനാസയുടെ അസീറിയക്കാരോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനാസത്തിന്റെ പുത്രന് കൊടുത്തിരുന്ന പേര് അമോൻ എന്നാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, യസാർഹദോൻ രാജാവ് ഈജിപ്ത് ദേശത്ത് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതില് 3 സ്ഥലങ്ങളാണ് തേബസ്, അതുപോലെ തന്നെ മെംഫിസ്, 3-ാമത്തെ സ്ഥലമാണ് അമോൻ, നോ അമോൻ. ഈ നോ അമോൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് അസീറിയക്കാരോടുള്ള ബന്ധത്തിന്റെ പേരിൽ മനാസെ തന്റെ പുത്രന് നൽകിയത്. അദ്ദേഹവും പ്രോ അസീറിയൻ ചിന്താഗതിയോടുകൂടി ഇസ്രായേലിന്റെ ദൈവത്തെ അംഗീകരിക്കാതെ ബഹുദൈവങ്ങളെ ആരാധിക്കുകയും ധാരാളം പൂജാഗിരികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത് ഇസ്രായേലിലെ ദൈവാരാധനയെ തടസ്സപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് മനാസയും അമോനെയും വിശുദ്ധ ഗ്രന്ഥം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 24-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ പതനത്തിന് അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ പതനത്തിന് ആരാണ് കാരണക്കാരൻ എന്നതിനെ കുറിച്ച് തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്: ജോസിയ രാജാവിന്റെ കാലത്ത് പോലും ദൈവമായ കർത്താവ് മനാസെ ചെയ്ത പാപത്തിന് കർത്താവ് ജൂദാദേശത്തിന് ശിക്ഷ കൊടുത്തു. മനാസയുടെ പാപത്തിനാണ് കർത്താവ് ശിക്ഷ കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഈ 2 രാജാക്കന്മാരും കാലഘട്ടം ഈ ഹബക്കുക്ക് അതുപോലെ സഫനിയ എന്നീ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയൊരു രാജാവിനെയാണ്, ജോസിയ എന്ന് പറയുന്ന രാജാവ്. 22-ാമത്തെ അധ്യായത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലാണ് ജോസിയയെ കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് കിട്ടുക. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. യദീദയായിരുന്നു അവന്റെ അമ്മ. അപ്പോൾ നോക്കിക്കോണം, 8 വയസ്സുള്ള ഒരാള് അമോന് ശേഷം തന്റെ പുത്രനായ 8 വയസ്സുകാരനായ ജോസിയായിക്ക് കുറി വീഴുകയാണ് ജൂദാദേശത്തെ ഭരിക്കാൻ വേണ്ടി. അമ്മ യദീദ എന്ന് പറയുന്ന അമ്മ അവന്റെ കൂട്ടിന് നിന്നു, ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് ജോസിയ രാജാവിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമുക്ക് കിട്ടുക. ഏകദേശം 640 BC-യോടടുത്താണ് ജോസിയ ഭരണം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസീറിയ രാജവംശം അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന കാലഘട്ടം. എസാർഹദോൻ രാജാവ് മരിച്ചതിന് ശേഷം അഷുർബാനിപ്പാൾ എന്ന് പറയുന്ന രാജാവ് കടന്നു വരികയും അദ്ദേഹത്തിന്റെ 2 പുത്രന്മാർക്ക് അത് രാജ്യം വിഭജിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാലഘട്ടം. ഈ സമയം എന്ന് പറയുന്ന 640 BC എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇസ്രായേലിന്റെ അല്ലെങ്കിൽ അസീറിയക്കാരുടെ പതനത്തിനോട് അടുക്കുന്ന സമയമാണ്. നമുക്കറിയാം 612 BC-യിലാണ് അസീറിയ നാമാവശേഷമാവുന്നത്. 35 വർഷത്തോളം അദ്ദേഹം ഭരിക്കുന്നു. 609 BC-യിലാണ് ജോസിയ രാജാവ് അതിക്രൂരമായിട്ട് വധിക്കപ്പെടുന്നത് മെഗീദോ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ അതിനിടയ്ക്ക് നടക്കുന്ന
ചില സംഭവങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ടും 22, 23 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുക. അപ്പൊ ഇതാണ് ജോസിയായുടെ കാലഘട്ടം. അപ്പൊ ജോസിയ യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്തിന്റെ ഒരു രാജാവായിട്ട് 8 വയസ്സിൽ അവരോധിക്കപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അദ്ദേഹം ചെയ്തത് തന്റെ 2 സേവകന്മാരെ ജെറുസലേം ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. കാരണം തന്റെ പിതാക്കന്മാരായ മനാസയും അതുപോലെ തന്നെ അമോനും നടത്തിയ മലിനീകരിക്കപ്പെട്ട ആ ദേവാലയത്തിലേക്ക് ഈ ദേവാലയത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ പറഞ്ഞു വിടുക. ഇവരെന്ത് ചെയ്തു? ഇവര് പോയപ്പോൾ കാണുന്നത് ദേവാലയത്തില് ആ ദേവാലയത്തിന്റെ അൾത്താരയുടെ അടിയില് അല്ലെങ്കിൽ വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നതിന്റെ അടിയില് ഒരു ചുരുള് കാണുകയുണ്ടായി. ആ ചുരുള് ഡ്യൂട്രോണമി നിയമാവർത്തന പുസ്തകത്തിന്റെ ചുരുളെന്നാണ് വിശേഷിപ്പിക്കുക. ഈ ചുരുൾ എടുത്തുകൊണ്ട് വന്നു. ഇതെന്തോ വിശിഷ്ടമായ സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോസിയ രാജാവ് അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചികയായ ഹുൽദായെ വിളിച്ചു. ഹുൽദ ഈ ഗ്രന്ഥമെടുത്ത് വായിക്കുകയാണ്. ഈ ചുരുളെടുത്ത് വായിക്കുന്നു. വായിച്ചു കേട്ട മാത്രയിൽ ജോസിയ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഇതാണ് 22-ാമത്തെ അധ്യായത്തിന്റെ ഇതിവൃത്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ആ ചുരുളിൽ നിന്ന്, ആ ചുരുളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്നും അറിയില്ല. കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജോസിയായുടെ പ്രവർത്തനം വഴി മാത്രമേ, അല്ലെങ്കിൽ ജോസിയായുടെ അതിനോടുള്ള സമീപനത്തിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. യഥാർത്ഥത്തിൽ നിയമാവർത്തന പുസ്തകത്തിലെ നിയമങ്ങളെ അപഗ്രഥിക്കുകയായിരിക്കാം ചെയ്തിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും എഴുതപ്പെടണമെന്ന് നിർബന്ധമില്ല. ചില നിയമങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഏതൊക്കെ നിയമങ്ങളാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത പടിയായിട്ട് അവിടെ മുഴുവനും ആളുകളെ വിളിച്ചുകൂട്ടി, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആളുകളോട് പറഞ്ഞു. വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആജ്ഞാപിക്കുകയാണ്. എന്നിട്ട് ചെയ്ത കാര്യങ്ങളാണ് ദേവാലയത്തെ വിശുദ്ധീകരിച്ചു. ദേവാലയത്തെ വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസക്കിയ രാജാവ് നടത്തിയ അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും കൊത്തുവിഗ്രഹങ്ങളെയും അദ്ദേഹം നിഷ്കാസനം ചെയ്ത് മോണോതെയിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന ആ വലിയ ഒരു കൺസെപ്റ്റിന് ആരംഭം കുറിക്കുന്നതാണ് ഈ ജോസിയ രാജാവ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ജോസിയ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൽ അല്ലെങ്കിൽ ജൂദാദേശത്ത് മോണോതെയിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന്റെ ആ നാമ്പ് കടന്നു വരുന്നത്. അതിനെ പരിപോഷിപ്പിക്കുകയാണ് ജോസിയ ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസത്തെ സ്വീകരിക്കുന്ന ഈ ജനം അവിടെ ഉണ്ടായിരുന്ന എല്ലാറ്റിനെയും മാറ്റി ജെറുസലേം ദേവാലയത്തിൽ മാത്രമല്ല, ജൂദാദേശത്ത് തന്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത എല്ലാ ഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങളും, ബമ്മൂത്തുകൾ സ്ഥാപിച്ചു, അതെല്ലാം മാറ്റി, അതെല്ലാം തച്ചുടച്ച് ഏകദൈവ യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ജോസിയ ഒരു വലിയൊരു ക്ലീനിങ് നടത്തുകയാണ് 23-ാമത്തെ അധ്യായത്തിൽ. ഈ ക്ലീനിങ്ങിന്റെ അവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ശുദ്ധീകരണത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, എല്ലാവരെയും ജോസിയ വിളിച്ചുകൂട്ടി ഒരു പെസഹാ തിരുനാള് ആഘോഷിക്കുകയാണ്. പെസഹാ തിരുനാളിന്റെ ആഘോഷത്തോടു കൂടി ഈ ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ഏകദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്ത രംഗമാണ് 23-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇത് വലിയൊരു കാൽവെപ്പാണ്. ഇസ്രായേലിന്റെ ദേശത്തുള്ള വലിയൊരു കാൽവെപ്പാണ്, അല്ലെങ്കിൽ ജൂദാദേശത്ത് കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതുകൊണ്ടാണ് ഹെസക്കിയായെ പോലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ
ദൈവമായ കർത്താവ് ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഈ ജോസിയായെയാണ്. തന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു രാജാവ് എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് കൊടുക്കുക. ഇദ്ദേഹത്തിന്റെ ഈ കാലയളവിനെ കുറിച്ചാണ്, കാലഘട്ടത്തെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് ഈ ഹബക്കുക്ക്, സഫാനിയ എന്നീ രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ഈ ജോസിയ രാജാവിന് എന്ത് സംഭവിച്ചു പിന്നീട്? നമുക്കറിയാം 612 BC ആയപ്പോഴേക്കും അസീറിയക്കാര് അവരുടെ ഭരണം അവസാനിച്ചു. എന്നാൽ നാമമാത്രമായ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ബാബിലോൺകാർ ഭരണം ഏറ്റെടുത്തു. നാബോ പൊളാസർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ആദ്യത്തെ ആള്. നാബോ പൊളാസർ അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇസ്രായേൽ മുഴുവനും, അതായത് ഏൻഷ്യൻ നിയർ ഈസ്റ്റ് മുഴുവനും പിടിച്ചെടുക്കാനുള്ള വലിയൊരു വ്യഗ്രത അദ്ദേഹം കാണിക്കുന്നു. ഈ അവസരത്തിലാണ് അതിനോട് ചേർന്ന് ഒരു വലിയൊരു രാജ്യവംശം വളരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ, ഫറവോയുടെ രാജവംശം വളരുകയാണ്. ഫറവോയെ നമ്മളവിടെ ഇടയ്ക്ക് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലൂടെ ഫറവോയെ കുറിച്ച് നമ്മൾ കണ്ടു. ഏകദേശം 18ാമത്തെ ഡൈനാസ്റ്റിയായ ഫറവോയുടെ 18ാമത്തെ ഈജിപ്ഷ്യൻ ഡൈനാസ്റ്റിയായ റാംസസ് സെക്കൻഡിന്റെ ഡൈനാസ്റ്റി കൊണ്ട് നമ്മൾ ഫറവോയെ കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിച്ചു. പക്ഷെ അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ ഒരു രാജവംശം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ഫറവോ നെക്കോ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവ്, ഈജിപ്തിലെ രാജാവ്, ഈ അസീറിയക്കാരെ തോൽപ്പിച്ച ബാബിലോൺകാരെ നേരിടാൻ വേണ്ടിയിട്ട് ഹാരാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു വരിക. ഏകദേശം 609 BC ഇത് സംഭവിക്കുക. ഹാരാൻ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ഈ നെക്കോ എന്ന് പറയുന്ന ഫറവോയെ ബാബിലോൺകാർ ചേർന്ന് ഓടിക്കുകയും അദ്ദേഹത്തിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ ഈ സിംഹം എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാരനായ ഫറവോ താഴേക്ക് ഇറങ്ങി വന്ന് ഹാരാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജൂദാദേശം കാണുന്നു. അതിമനോഹരമായ ദേവാലയം കാണുന്നു. ഈ ദേവാലയത്തെ സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോഴാണ് മെഗീദോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ജോസിയായും ഫറവോയും ഏറ്റുമുട്ടുകയും അതിൻ പ്രകാരം ജോസിയായ ഫറവോ മെഗീദോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വധിക്കുകയും ചെയ്തു. അങ്ങനെ ജോസിയായുടെ മരണത്തോടുകൂടി 609 BC ജൂദാദേശം ഈജിപ്തിന്റെ കീഴിലായി. ബാബിലോണിന്റെ അല്ല, ഈജിപ്തിന്റെ കീഴിലായി. ഇനി വരാൻ പോകുന്നത് വലിയ സംഗതികളാണ്. പ്രത്യേകിച്ച് ഈജിപ്തിന്റെ കീഴിലായ ഈ ജൂദാദേശത്തെ ഇനി ആരാണ് ഭരിക്കുന്നത്? ഇനി കടന്നു വരുന്നത് വാസൽ കിങ്സ് ആണ്. ജോസിയ രാജാവിന് 3 മക്കള്. ഷല്ലൂം എന്ന് പറയുന്ന ഒന്നാമത്തെ മകൻ. രണ്ടാമത്തെ മകന്റെ പേരാണ് എലിയാക്കിം. മൂന്നാമത്തെ മകന്റെ പേരാണ് സെദക്കിയ. ഷല്ലൂം മൂത്തപുത്രനായതുകൊണ്ട് ജോസിയായ്ക്ക് ശേഷം ആര് കടന്നു വരും എന്ന ചോദ്യത്തിന് അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു ഷല്ലൂം ആയിരിക്കട്ടെ പുതിയ രാജാവ്. എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പേര് മാറ്റി ആ പേരിന് പകരം, ഷല്ലൂം എന്ന പേരിന് പകരം യഹോ ആഹാസ് എന്ന പേര് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ ആരുടെ കീഴിലാണ് ജെറുസലേം ദേവാലയം അല്ലെങ്കിൽ ജൂദാദേശം? ഈജിപ്തിന്റെ കീഴിലാണ്. ഈജിപ്ത് ദേശക്കാർക്ക് കപ്പം കൊടുക്കാതെ, ഈജിപ്ത് ദേശത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കാതെ ജൂദ രാജാക്കന്മാർക്ക് വാഴാൻ സാധിക്കുകയില്ല. ജോസിയയുടെ മൂത്തപുത്രനായ ഷല്ലൂം അല്ലെങ്കിൽ യഹോആഹാസ് ഈജിപ്ത് ദേശത്തോട് കൂറു പുലർത്താത്തതിനാൽ ഈജിപ്തിലെ ഫറവോ ഇദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക് വിളിച്ച് അദ്ദേഹത്തെ വധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ സ്ഥാനത്ത് വേറൊരു രാജാവിനെ ഈജിപ്തുകാർ കൊണ്ടുവരികയാണ്. അത് അദ്ദേഹത്തിന്റെ സഹോദരനായ എലിയാക്കീമാണ്. എലിയാക്കീം ആരായിരുന്നു? എലിയാക്കീമിന്റെ പേര്
ഈജിപ്ത് ദേശക്കാര് മാറ്റി അവനെ യഹോ ആക്കിം എന്ന പേര് തുള്ളി. ഇദ്ദേഹത്തിന്റെ പേരാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പേര്, യഹോ ആക്കിം എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം പ്രോ അസീറിയനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈജിപ്തുകാരോട് മമതയുണ്ടായിരുന്നു. എന്നാൽ ഈജിപ്തുകാര് ഒരു സുപ്രഭാതത്തിൽ 605 BC-യില്, ഓർത്തോണം, 605 BC-യില് കാർക്കമിഷ് എന്ന് പറയുന്ന ദേശത്ത് വെച്ച് ബാബിലോൺകാരുമായിട്ട് ഏറ്റുമുട്ടുകയും ഈ യഹോയാക്കിം എന്ന് പറയുന്ന രാജാവ് ബാബിലോണിന്റെ ശക്തി കണ്ട് തന്നെ വളർത്തിയ ഈജിപ്ത് ദേശത്തെ അവഗണിച്ച് ബാബിലോൺ രാജാക്കന്മാരുടെ പിന്നാലെ പോകുന്ന രംഗം. അതോടുകൂടി ആ ഒരു രംഗം മുറിയുകയാണ്. ഇനി അടുത്ത രാജാവ് ആരാണ്? ജൂദാദേശത്തിന് രാജാവില്ല. അപ്പോൾ യഹോയാക്കിം രാജാവ് പോയി. ആഹാസ് രാജാവ് നേരത്തെ കൊണ്ടുപോയി. ഇനി വരാൻ പോകുന്നത് യഹോയാക്കിമിന്റെ പുത്രനായ ഇക്കോണിയ അല്ലെങ്കിൽ യഹോ ആക്കിൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തെയാണ് പിന്നീട് ഈജിപ്തുകാര് ഇസ്രായേലിന്റെ ജൂദാദേശത്തിന്റെ രാജാവായിട്ട് അവരോധിച്ചത്. ഈ സമയത്താണ് കാർക്കമിഷ് എന്ന് പറയുന്ന യുദ്ധത്തിന് ശേഷമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള രംഗങ്ങൾ കടന്നു വരിക. 597 BC-യിൽ നബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബിലോൺ രാജാവ് ദേവാലയവും ജൂദായും പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക്, ജൂദാദേശത്തേക്ക് പ്രവേശിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ പറ്റും. 597 BC-യില് ഇദ്ദേഹം പ്രവേശിക്കുമ്പോൾ ജൂദാദേശത്തിന്റെ രാജാവ് യഹോ ആക്കിൻ അല്ലെങ്കിൽ ഇക്കോണിയ എന്ന രാജാവാണ്. നമ്മൾ ഇതിന്റെ വംശാവലി വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ വംശാവലി വായിക്കുമ്പോൾ ഇക്കോണിയ എന്ന വാക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അങ്ങനെ ഈ നബുക്കദ്നേസർ രാജാവ് ഇക്കോണിയ അല്ലെങ്കിൽ യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവിനെ ബന്ധനസ്ഥനാക്കി നേരെ 597 BC-യിൽ നേരെ എങ്ങോട്ടേക്ക് വിട്ടു? ബാബിലോണിലേക്ക് പ്രിസണർ ഓഫ് വാർ, യുദ്ധത്തിന്റെ തടവുകാരനായിട്ട് വിട്ടു. അതിനെക്കുറിച്ചുള്ള ചരിത്രമൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. അങ്ങനെ അതിനുശേഷം ബാബിലോൺകാരൻ കൊണ്ടുവന്ന അടുത്ത ഒരു രാജാവാണ് സെദക്കിയ. അവിടം വരെ ഈ വംശം നിൽക്കട്ടെ. സെദക്കിയ എന്ന് പറയുന്ന രാജാവ് കടന്നു വരുന്നു. സെദക്കിയായ്ക്ക് ശേഷം, സെദക്കിയയുടെ കാലഘട്ടത്തിലാണ്, പിന്നീടുള്ള കാലഘട്ടം 10 വർഷം എന്ന് പറയുന്നത് ജൂദാദേശത്ത് അതിതീവ്രമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. ഒന്നാമത്തെ ഡീപ്പോർട്ടേഷൻ, ബാബിലോണിലേക്ക് ജൂദാദേശക്കാരെ കൊണ്ടുപോകുന്ന ഒന്നാമത്തെ രംഗം 597 BC-യിൽ ആരംഭിച്ചു. വീണ്ടും ആ യുദ്ധം മുമ്പോട്ട് തന്നെ പോയി ബാബിലോൺകാർ വന്ന് ജൂദാദേശത്തെ അടിച്ചമർത്തുകയും ജെറുസലേം ദേവാലയത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം കടന്നു വരുന്നു. 587 BC-യിൽ ജൂദാദേശം കംപ്ലീറ്റ് ആയി ബാബിലോണിന്റെ കീഴിലേക്ക് അമരുകയാണ്. സെദക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ വലിയ അനീതി ബാബിലോൺകാർ ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള മോവാബ്യരോടും അമ്മോന്യരോടും ഏദോമ്യരോടും സഹായം അഭ്യർത്ഥിച്ചു, ബാബിലോൺകാരെ ജൂദാദേശത്ത് നിന്ന് തുരത്താൻ വേണ്ടിയിട്ട്. ആരും അദ്ദേഹത്തിന് സഹായം നൽകിയില്ല. അവസാനം ഏദോംകാര് ഈ സെദക്കിയ രാജാവിനെ ഒറ്റിക്കൊടുക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഒബദിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ, പ്രവാചക പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഒറ്റിക്കൊടുക്കലിന്റെ പശ്ചാത്തലമാണ്. എങ്ങനെയാണ് ഇത് ഒറ്റിക്കൊടുക്കുന്നത്? സെദക്കിയ രാജാവ് ഇസ്രായേൽ ജൂദാദേശം നശിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ദേവാലയം നാമാവശേഷമാകാൻ പോകുന്ന സാഹചര്യത്തിൽ, ജൂദാദേശത്തുള്ള എല്ലാ രാജാക്കന്മാരെയും, അതുപോലെ തന്നെ ജൂദാദേശത്തുള്ള എല്ലാ സൈനികരെയും, ജൂദാദേശത്തുള്ള എല്ലാ പുരോഹിതന്മാരെയും, നോബിൾ ഫാമിലിയെയും, ജൂദാദേശത്തിന്റെ കോർട്ട് ഒഫീഷ്യൽസിനെയും ഒക്കെ ബാബിലോണിലേക്ക് നാട് കടത്തുന്ന സാഹചര്യത്തിൽ
ഇത് പേടിച്ചരണ്ടുകൊണ്ട് ജെറുസലേമിൽ നിന്ന് 350 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന ജെറീക്കോയിലേക്ക് ഈ സെദക്കിയ രാജാവ് ഓടി രക്ഷപ്പെടുകയാണ്. ഇദ്ദേഹം ഓടി രക്ഷപ്പെടുന്നത് കണ്ട് ഏദോംകാര് നബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, ബാബിലോൺ രാജാവിനോട് പറഞ്ഞു, ഇതാ പോകുന്നു ഇസ്രായേലിന്റെ ജൂദാദേശത്തിന്റെ തലവൻ. അവൻ ഓർഡർ ഇട്ടു, നബൂഖദ്നേസർ രാജാവ് ഓർഡർ ഇട്ടു. അത് ആളുകൾ പോയി, ഭടന്മാര് പോയി ജെറീക്കോ പട്ടണത്തിൽ ചെന്ന് സെദക്കിയ രാജാവിനെ പിടിച്ച് കൈകൾ രണ്ടും ബന്ധിച്ച് കണ്ണ് ചുഴിഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് നാടുകടത്തി. അതോടുകൂടി ജെറുസലേം ദേവാലയം നിലംപതിച്ചു. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ജെറുസലേം ദേവാലയം നിലംപതിക്കുന്നത് രാജ്യത്വം ഇല്ലാതെ പോകുമ്പോഴാണ്. യൂദാദേശത്തിന് ഇനി രാജാക്കന്മാരില്ല. അവസാനത്തെ കണ്ണിയായ ഒരു രാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെദക്കിയ രാജാവ്. ഇനി രാജാക്കന്മാരില്ല. വലിയൊരു ട്രൗമയിലേക്ക് യൂദാദേശം പോവുകയാണ്. ആര് ഭരിക്കും യൂദാദേശത്തെ? ആരാണ് യൂദാദേശത്തിന്റെ അടുത്ത ഭരണാധികാരി? ദാവീദ് മുതൽ തുടങ്ങിയ ഡൈനാസ്റ്റി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ട വാഗ്ദാനം അത് അപ്രസക്തമാകാൻ പോകുന്നു. എന്തായിരുന്നു വാഗ്ദാനം? നിന്റെ രാജ്യം എന്നേക്കും ഞാൻ നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്വം യൂദാദേശത്തിന് കൊടുക്കുന്ന വാഗ്ദാനം, ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനം അപ്രസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. ഈ യൂദാദേശത്തെ നയിക്കാൻ ആരുമില്ല. സെദക്കിയ രാജാവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് ബാബിലോൺ പ്രവാസകാലത്തിന്റെ പശ്ചാത്തലം. ഇതിനെക്കുറിച്ച് പിന്നീട് ജെറമ്യായുടെ പുസ്തകം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ജോസിയായുടെ പ്രവാചകന്റെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹബക്കുക്ക്, അതുപോലെ തന്നെ സഫനിയ എന്നീ പ്രവാചകന്മാര് കടന്നു വരിക. ഈ ഹബക്കുക്കിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത 3 അധ്യായങ്ങളിലാണ്. 2 പ്രവാചക ഗ്രന്ഥങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന 3 അധ്യായങ്ങളിലാണ്. ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചക ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ആരംഭത്തിൽ തന്നെ ഒരു ലമന്റേഷനാണ്, അല്ലെങ്കിൽ ആവലാതികൾ അവതരിപ്പിക്കുകയാണ്. ഒരു ലമന്റേഷന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രവാചക ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ലമന്റേഷൻ. ജെറമ്യായുടെ പുസ്തകം 11-ാം അധ്യായം മുതൽ 20-ാമത്തെ അധ്യായം വരെ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ലമന്റേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺഫെഷൻസ് ഓഫ് ജെറമിയ. 8-ാമത്തെ അധ്യായം മുതൽ 10-ാമത്തെ അധ്യായം വരെ കൊടുത്തിരിക്കുന്നതാണ് ലമന്റേഷൻസ്, വിലാപം എന്ന് പറയും. ബാറൂക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് പരിചയപ്പെടുന്നതാണ്. ബാറൂക്കിന്റെ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ലമന്റേഷൻസ്. ഇതെല്ലാം നമ്മൾ ജെറമ്യാ പ്രവാചകൻ പറയുമ്പോഴത്തേനും വീണ്ടും പറയുന്നതായിരിക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു മോഡല് അല്ലെങ്കിൽ പ്രോഫസിയുടെ ഒരു മെത്തഡോളജി വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലമന്റേഷനാണ്. ഇവിടെ ലമന്റേഷനിലേക്ക് നമ്മൾ സാധാരണ കാണുന്നത് വിലാപങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വിലാപത്തിന് ഒരു മറുപടിയും കൂടി കൊടുത്തിരിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. 1-ാമത്തെ അധ്യായം 1 മുതൽ 2-ാമത്തെ അധ്യായം 4 വരെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ലമന്റേഷനായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ലമന്റേഷന്റെ ഭാഗത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്ന 1-ാമത്തെ, കർത്താവെ എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. ജോസിയ രാജാവിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് ബാബിലോൺ രാജാക്കന്മാര് ജൂദാദേശത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ, ജോസിയ രാജാവിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ആ തിന്മകളും അതിക്രമങ്ങളും ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവെ എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും എത്ര നാൾ അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? ഇതിനെല്ലാം മറുപടിയായിട്ട് വീണ്ടും 5-ാമത്തെ വാക്യം മുതൽ കൊടുത്തിരിക്കുന്നു, ഇതാ
കർത്താവായ ദൈവം ഒരു ശത്രുവിനെ അയക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കി വിടുന്നു. 6-ാമത്തെ വാക്യമാണ്. തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കി വിടുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സ്കോളേഴ്സ് പറയുന്നത് ഇപ്രകാരമാണ്: ബാബിലോൺ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണോ പരാമർശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡൗട്ടുണ്ട്. പക്ഷെ ഇവിടെ കൽദായർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ബാബിലോണിനെ കുറിച്ച് തന്നെയാണ്. കാരണം ജൂദാദേശത്തേക്ക് ബാബിലോൺ കടന്നു വരാൻ പോകുന്നു. ഈജിപ്ത് കടന്നു വന്നു, ബാബിലോൺ കടന്നു വരാൻ പോകുന്നു. ഈ ഒരു അവസരത്തിലാണ് പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, മറുപടി പറയുകയാണ്: ഇതാ വേഗമേറിയതുമായ ബാബിലോൺ കടന്നു വരാൻ പോകുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. കണ്ടോ, ഓരോന്ന് അവരുടെ പ്രത്യേകതകളും അവരുടെ സ്റ്റബേൺനെസ്, അവരുടെ മനസ്സിന്റെ കട്ടിയെക്കുറിച്ചും അവരുടെ ജീവിത ക്രമത്തെക്കുറിച്ചും അവരുടെ വേഗതകളെക്കുറിച്ചും അവരുടെ വയലൻസിനെ കുറിച്ചുമൊക്കെ ഉള്ള സൂചനകളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുക ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ. ജെറമിയയുടെ പുസ്തകത്തിലും ഇതേ ആശയം തന്നെ 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലുമൊക്കെ ഇതേ ആശയം തന്നെ കടന്നു വരുന്നുണ്ട്. ദൈവമായ കർത്താവ് നോർത്തിൽ നിന്ന് ഒരു സൈന്യത്തെ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കൊണ്ടുവരികയാണ്. ദൈവമായ കർത്താവ് സഫോൺ എന്നാണ് പറയുന്നത്. നോർത്തിൽ നിന്ന് ഒരു ശത്രുവിനെ കർത്താവ് കൊണ്ടുവരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി 2-ാമത്തെ ആവലാതി എന്ന് പറയുന്നത്, ആദ്യത്തെ ആവലാതി കണ്ടു, അതിന് മറുപടി പറഞ്ഞു. 2-ാമത്തെ ആവലാതിയാണ് എന്ത്? 604 BC നടക്കുന്ന ഒരു സംഭവത്തിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ബാബിലോൺകാര് കർക്കമിഷ് എന്ന് പറയുന്ന യുദ്ധത്തിൽ ഈജിപ്ത് ദേശത്തെ തോൽപ്പിച്ചപ്പോൾ 605 BC 604 BC നടക്കുന്ന മറ്റൊരു സംഭവം, ബാബിലോൺകാര് ഏത് പ്രദേശം, ജൂദാദേശത്തിന്റെ പ്രദേശങ്ങൾ ചെറുതായിട്ട് എടുക്കാൻ പോവുക, മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങല്ല ചെയ്തത്. അഷ്കലോൺ എന്ന് പറയുന്ന ഫിലിസ്ത്യരുടെ ദേശം ബാബിലോൺകാർ പിടിച്ചെടുക്കുന്നു 604 BC. ആ ഒരു പശ്ചാത്തലത്തിലാണ് 1-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്താണ്? ദൈവമായ ജൂദാദേശത്തിന്റെ ഏറ്റവും സദേൺ ഭാഗത്തായിട്ടുള്ള അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള അഷ്കലോൺ എന്ന് പറയുന്ന ഫിലിസ്ത്യരുടെ ദേശം പിടിച്ചെടുക്കുന്നു. നേരത്തെ ഇത് അതിനു മുമ്പായിട്ട് ജൂദാദേശത്തിന്റെ ഭാഗമായിരുന്നു. എങ്കിലും ആ ജൂദാദേശത്ത് നിന്ന് ചെറുതായിട്ട് ബാബിലോൺകാർ പിടിച്ചെടുക്കുന്ന രംഗം 604 BC നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെ പോലെ, നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആക്കുന്നത് എന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തന്റെ കോരു വലയിൽ അവയെ ശേഖരിക്കുന്നു, അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. നോക്കിക്കേ, ശത്രു, ബാബിലോൺ എന്ന് പറയുന്ന ശത്രു മെല്ലെ ജൂദാദേശത്തെ ആക്രമിച്ച് കീഴടക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് ഇവിടെ നമ്മൾ കാണുക. ഇനി അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. മറുപടി ഇതാണ്: നീ ഒരു ദർശനത്തിനായിട്ട് കാത്തിരിക്കുക. കാരണം ദൈവമായ കർത്താവാണ് ഇടപെടുന്നത്. ബാബിലോൺ രാജാക്കന്മാർ ജൂദാദേശത്തേക്ക് കടന്നു വന്ന് ആ ജൂദാദേശത്തെ കാർന്നു തിന്നുമ്പോൾ ദൈവത്തിന്റെ ദർശനം ഉണ്ടാകാൻ പോകുന്നു. ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുക. ഈ ഒരു സന്ദേശമാണ് മറുപടിയിലൂടെ കൊടുത്തിരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ജെറമിയ പ്രവാചകനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജെറമിയ പ്രവാചകൻ ജനതയോട് പറയുകയാണ്, ഈജിപ്ത് ഈസ് ആൻ എനിമി ഓഫ് ഇസ്രായേൽ ഓർ ജൂദ. ജൂദായുടെ ശത്രുവാണ് ഈജിപ്ത്, എന്നാൽ ബാബിലോണോ ജൂദാദേശത്തിന്റെ മിത്രമാണ്. ദൈവമായ കർത്താവ് ജൂദാദേശത്തെ ബാബിലോണിലേക്ക് പറഞ്ഞു വിടുന്നത് അവരെ
ഒന്ന് അവർക്ക് ശിക്ഷണം നൽകി അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജൂദാദേശക്കാരോട് പറയുന്നു, നിങ്ങൾ നിർബന്ധമായും ബാബിലോണിലേക്ക് പോകണം. ഇതേ ആശയമാണ് ഹബക്കുക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ഈ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നത്. കർത്താവ് എനിക്ക് ഉത്തരമള്ളി 2:2 ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. നോക്കിക്കേ, ഇത് പറഞ്ഞുകൊണ്ട് ദർശനത്തിനായിട്ട് കാത്തിരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുകയാണ് ഈ ഒരു അധ്യായങ്ങളിലൂടെ. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ജൂദാദേശം വാഗ്ദാന ദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകുന്നതിന്റെ കാരണമെന്ന് മനോഹരമായ ഭാഷയിൽ ഹബക്കുക്ക് പ്രവാചകൻ വിവരിക്കുകയാണ്. ഈ പ്രവാചകൻ ഇത് പറയുമ്പോൾ നമ്മൾ ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള തിരുവചനങ്ങൾ 20 വരെയുള്ള അവസാനിക്കുന്ന അവസരത്തിൽ ഈ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ആമോസിന്റെ പുസ്തകത്തിലും ഹോസിയയുടെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നത്. നോക്കിക്കേ, ഓരോ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്ന ഗർവിഷ്ടം നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെ ഈ 6-ാമത്തെ വാക്യം, ഇവൻ നിന്നയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും, സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്, പണയവസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം, നിന്റെ കടക്കാർ പാഞ്ഞെടുക്കുകയും നിന്നെ ആക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ. വീണ്ടും അനർത്ഥങ്ങളെ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തന്റെ കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. നോക്കിക്കേ, ഓരോന്നും സോഷ്യൽ ഇൻജസ്റ്റിസിന്റെ ഭാഗമായിട്ട്, സാമൂഹ്യ അനീതിയുടെ ഭാഗമായിട്ടുള്ള പാപങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 15-ാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ, അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തനാക്കുന്നവർക്ക് ദുരിതം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ലേവ്യരുടെ പുസ്തകത്തിലുള്ള 18-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ലൈംഗിക ജീവിതത്തിന്റെ അസ്വാഭാവികതയെക്കുറിച്ചൊക്കെയുള്ള ഭാഗത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളാണ് ഇവിടെ കൊടുക്കുക. ഇതിന്റെ സമാപനത്തിലാണ് പറയുന്നത്. അപ്പം നോക്കിയാണ്, ആമോസിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രമേയങ്ങൾ തന്നെ വീണ്ടും ഇവിടെ കൊടുത്തതിന് ശേഷം പറയുകയാണ്, വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? വിഗ്രഹങ്ങളെ ഒരു കാലം ശില്പി തീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടാവുമല്ലേ അത്. അതായത് ഇസ്രായേലിന്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നു. ഒന്ന്, സോഷ്യൽ ഇൻജസ്റ്റിസ്. അതിന്റെ കാരണം എന്താണ്? അന്യദേവന്മാരെ ആരാധിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി ദേവാലയങ്ങൾ പണിയുകയും വിഗ്രഹങ്ങൾ പണിയുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. അതുകൊണ്ട് ഇതാണ് ഇസ്രായേലിന്റെ ഈ ഹബക്കുക്ക് പ്രവാചകന്റെ പ്രത്യേകത. അപ്പം ഹബക്കുക്ക് പ്രവാചകൻ പ്രത്യേകിച്ച് ജെറമ്യായുടെ പുസ്തകത്തിന്റെ തീം എടുക്കുന്നു, ആമോസിന്റെ പുസ്തകത്തിന്റെ തീം എടുക്കുന്നു. ഈ തീമുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജോസിയ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഉണ്ടായ അനീതിയും അക്രമവും അതുപോലെ തന്നെ അരാജകത്വവും ഒക്കെ കാണിക്കുന്നു. ജോസിയായ്ക്ക് ശേഷം നടന്ന 605-ലെയും 604 BC-യിലെയും സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഇസ്രായേലിൽ കടന്നു വരുന്ന, ജൂദാദേശത്ത് കടന്നു വരുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഹബക്കുക്ക് പ്രവാചകന്റെ 1-2 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുക. 3-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം നമുക്ക് വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, 17-ാം വാക്യം, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. നോക്കിക്കേ, ഇതാണ് ഈ പ്രവാചകന്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നത്. പ്രവാചകൻ ഓരോ ഭാഗത്തും പ്രവാചകൻ 3 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ 3-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ പ്രാർത്ഥന 3-ാമത്തെ വാക്യത്തിലാണ് സമാപിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധനെ കുറിച്ചുള്ള ചിന്തയാണ് 1-ാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്. 2-ാമത്തെ പ്രാർത്ഥന
4 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ദൈവമായ കർത്താവ് അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുന്ന് അതിനു മുമ്പിൽ കർത്താവ് പേമാരിക്ക് മുമ്പിലും അതുപോലെ തന്നെ മഹാമാരികൾക്ക് മുമ്പിലും പോകുന്നു. ഇവിടുന്ന് എല്ലാം ഞങ്ങളെ രക്ഷിക്കുന്നവനാണ് അവിടുന്ന്. 3-ാമത്തെ പ്രാർത്ഥന 9-ാമത്തെ വാക്യത്തിൽ കൊടുക്കുക. 9-ാമത്തെ വാക്യത്തിലൂടെ പറയുകയാണ്, എന്താണ്? ദ മൈറ്റി വേൾഡ്, മൈറ്റി ആക്ട്സ് ഓഫ് യാഹ്വേ, ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങള്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്ത് സംഭവിച്ചാലും, ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഒലിവ് മരങ്ങൾ അറ്റുപോയാലും, കന്നുകാലികൾ ഇല്ലാതായാലും, ജീവിതത്തിന്റെ ഭാരങ്ങൾ ധാരാളം ഉണ്ടായാലും, അസുഖവും രോഗവും വേദനകളും കഠിനമായ യാതനകൾ ഉണ്ടായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ, പ്രത്യേകമായിട്ട് ജൂദാദേശത്തെ ബാബിലോൺ പ്രവാസത്തിലേക്ക് ഒരുക്കുന്നതിന്റെ രംഗമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഇതിനോട് ചേർന്നാണ് ഇനി എന്ന ഭാഗമായ സെഫനിയായുടെ പുസ്തകം നമ്മൾ കാണുക. സെഫനിയായുടെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഒരു ഹീബ്രു വാക്കാണ്. ആ ഹീബ്രു വാക്കിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ സെഫനിയായുടെ പുസ്തകം മനസ്സിലാക്കുക. ഒന്നാമത്തെ ഹീബ്രു വാക്ക് അസാഫ് എന്നുള്ള വാക്കാണ്. അസാഫ് എന്ന വാക്കിന്റെ അർത്ഥം, അസാഫ് എന്ന വാക്കിന്റെ അർത്ഥം രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, സൂഫ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന്, ഞാൻ എല്ലാറ്റിനെയും ഭൂമുഖത്ത് നിന്ന് എല്ലാറ്റിനെയും തൂത്ത് കളയും. സൂഫ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അസാഫ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഞാൻ എല്ലാറ്റിനെയും ഭൂമുഖത്ത് നിന്ന് തൂത്തെറിയും. രണ്ടാമത്തെ വാക്ക് വന്നിരിക്കുന്നത്, ഈ അസാഫ് എന്ന വാക്ക് വന്നിരിക്കുന്നത്, ഞാൻ എല്ലാറ്റിനെയും ഒന്നിച്ചു കൂട്ടും. അതാണ് 3-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എല്ലാറ്റിനെയും ഞാൻ തൂത്ത് കളയും, തൂത്തെറിഞ്ഞ് കളയും. ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ്, ഞാൻ എല്ലാറ്റിനെയും ഈ ഭൂമിയിലേക്ക് ഒരുമിച്ച് കൂട്ടും. അപ്പൊ ഇതിന്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് വിശുദ്ധീകരണത്തിന്റെ സംഭവം. എല്ലാറ്റിനെയും തൂത്ത് കളഞ്ഞ് എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രവർത്തനമാണ് സെഫനിയായുടെ പുസ്തകത്തിന്റെ കണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വാക്ക് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നതും അവസാനം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത് അസാഫ് എന്ന് പറയുന്ന ഹെബ്രായ വാക്ക്. അതിന്റെ മൂലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ റൂട്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സെഫനിയായുടെ പുസ്തകത്തില്, ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പശ്ചാത്തലം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിലും ഈ പുസ്തകത്തിൽ ഒരു പശ്ചാത്തലമുണ്ട്. ആരാണ് സെഫനിയ? സെഫനിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹിഡൻ, യാഹ്വേ ഹാസ് ഹിഡൻ ദ തിങ്സ് എന്നുള്ള അർത്ഥമാണ്. ദൈവം എല്ലാറ്റിനെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ സെഫനിയ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ അകത്ത് കാണുന്നത് അദ്ദേഹം ആരാണ് എന്ന് പറയുന്നുണ്ട്. കുഷിയുടെ മകൻ, ജോസിയയുടെ കാലത്ത് കുഷിയുടെ മകൻ സെഫനിയായ്ക്ക് കർത്താവിൽ നിന്ന് ഉണ്ടായുള്ളത്. കുഷി ഗദാലിയയുടെയും, ഗദാലിയ അമറിയായുടെയും, അമറിയ ഹെസക്കിയായുടെയും പുത്രനാണ്. അപ്പം സെഫനിയ എന്ന് പറയുന്ന വ്യക്തിയുടെ പൂർവ പിതാവായിട്ട് ഹെസക്കിയായെ അവതരിപ്പിച്ചിരിക്കുന്നു. ഹെസക്കിയ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചു കേട്ടു. ഇനി എന്താണ് ജൂദായ്ക്കും ജെറുസലേമിനും കൊടുക്കുന്ന ഒരു അരുളപ്പാട്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. എങ്ങനെയാണ് കർത്താവ് എല്ലാറ്റിനെയും ഭൂമുഖത്ത് നിന്ന് എടുത്ത് തൂത്ത് കളയാൻ പോവാ? അതാണ് 2-ാമത്തെ വാക്യം, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവവും തുടച്ചു മാറ്റും. എസോഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എസോഫ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. കാരണം ഭൂമുഖത്ത് നിന്ന് എല്ലാറ്റിനെയും ഞാൻ തുടച്ചു മാറ്റും. മൃഗങ്ങളുണ്ടല്ലോ, ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ഉന്മൂലനം ചെയ്യും. എന്തുകൊണ്ടാണ് ഉന്മൂലനം ചെയ്യുന്നത്? ഞാൻ ജൂദായ്ക്കും ജെറുസലേം നിവാസികളുടെ കരം നീട്ടും. ബാലിന്റെ ഭക്തന്മാരിൽ അവശേഷിക്കുന്നവരെയും വിഗ്രഹാരാധക പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് വിച്ഛേദിക്കും. കാരണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് എല്ലാം വിച്ഛേദിക്കപ്പെടാൻ പോവുകയാണ്.
മലിനമായിട്ടുള്ള എല്ലാറ്റിനെയും വിച്ഛേദിക്കുന്നു. മിൽക്കോം എന്ന് പറയുന്ന ദേവനെ കുറിച്ച് പറയുന്നു. ആരാണ് മിൽക്കോം എന്ന് പറയുന്ന ദേവൻ? മോവാബിലെ ദേവനാണ് മിൽക്കോം എന്ന് പറയുന്ന ദേവൻ. ആ ദേവനെ ആരാധിച്ചിരുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവരെ എല്ലാവരെയും ഈ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യും. സെഫനിയായുടെ പുസ്തകത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് കർത്താവിന്റെ ദിനത്തെ കുറിച്ചുള്ള അരുളപ്പാട്. ഇത് അവതരിപ്പിക്കുന്നു. ഈ ഭൂമുഖത്ത് നിന്ന് എല്ലാറ്റിനും നിഷ്കാസനം ചെയ്യുന്നതിലൂടെ കർത്താവിന്റെ ദിനം കടന്നു വരികയാണ്. ബയോമഹു എന്ന വാക്കുകൊണ്ടാണ് ഈ കർത്താവിന്റെ ദിനത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദിനം എന്താണ്? കർത്താവിന്റെ ദിനം എന്നത് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. കർത്താവിന്റെ ദിനം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ദിനം, അന്ധകാരമാണ്, പ്രകാശമല്ല. അതേ കൺസെപ്റ്റ് തന്നെയാണ് സെഫനിയായുടെ പുസ്തകത്തിനും കൊടുത്തിരിക്കുന്നത്. ഇത് അന്ധകാരത്തിന്റെ ദിനമാണ്, പ്രകാശത്തിന്റെ ദിനമല്ല എന്ന് പറയുന്നതിലൂടെ കർത്താവിന്റെ ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകള് ക്രോധത്തിന്റെ ദിനമാണ്, കഠിനമായ ദുഃഖത്തിന്റെ ദിനമാണ്, കഷ്ടതയുടെ ദിനമാണ്, അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും ദിനമാണ്, മേഘങ്ങളുടെയും കൂരിരുട്ടിന്റെ ദിനം, പോർവിളി ഉയരുന്ന ദിനം, മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തുന്ന ദിനം. ഇങ്ങനെ ദിനത്തിന്റെ പ്രത്യേകതകൾ പറയുന്നു. കാരണം ദൈവമായ കർത്താവ് ഭൂമിയിൽ നിന്ന് എല്ലാറ്റിനെയും വിച്ഛേദിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കാണുന്നത്. ഇസ്രായേൽ പാപം ചെയ്യുമ്പോൾ അവരുടെ മേൽ വന്ന് പതിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷണത്തെ കുറിച്ചാണ് കർത്താവിന്റെ ദിനം എന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സെഫനിയ എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്ന രംഗമാണ് ഇതാ, അനുതപിക്കുക. കർത്താവ് അനുതപിക്കാൻ പറയുകയാണ്. ജോസിയ ഇസ്രായേൽ ജനതയെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ദൈവമായ കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് കൂടാൻ സെഫനിയ പറയുകയാണ്. എങ്ങനെയാണ് ജോസിയ ഒരുമിച്ച് കൂട്ടിയത് എന്ന് നമുക്കറിയാം. ഇനി ഈ ജോസിയയുടെ ജീവിതവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ പുസ്തകത്തിന് കൂടുതൽ അർത്ഥം കിട്ടും. കാരണം ജോസിയ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ വചനം കേട്ടപ്പോൾ, നിയമാവർത്തന പുസ്തകത്തിന്റെ നിയമങ്ങൾ വായിച്ചു കേട്ടപ്പോൾ ചാക്കൊടുത്ത് ചാരം പൂശി കർത്താവിന്റെ മുമ്പിൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇതേ അനുഭവം കർത്താവിന്റെ ദിനം ആസന്നമായപ്പോൾ ജോസിയ നടത്തിയതുപോലെ പ്രവാചകനായ സെഫനിയ നടത്തുകയാണ്. അനുതപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ജനത്തോട് പറയുന്നു, ഈ ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാവുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നീതിയും വിനയവും അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ പ്രേരിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഇനി ഈ 2-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും അടുത്തൊരു സാധനം കാണുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ രാജ്യങ്ങൾക്ക് കടന്നു വരുന്ന ശിക്ഷയെക്കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, ഓറക്കിൾസ് ഓഫ് നേഷൻസ്, ഓറക്കിൾസ് അഗൈൻസ്റ്റ് നേഷൻസ് എന്ന് പറയുന്ന ഭാഗം ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതിന്റെ സമാനമായിട്ട് ഒരു ഭാഗമാണ് സെഫനിയയുടെ പുസ്തകത്തിൽ കാണുന്നത്. ഗാസയെ കുറിച്ചും അതുപോലെ തന്നെ മോവാബിനെ കുറിച്ചും അഷ്കലോണിനെ കുറിച്ചും മോവാബ് അമ്മോന്യരെ കുറിച്ചും അതുപോലെ തന്നെ അസീറിയയെ കുറിച്ചും ബാബിലോണിനെ കുറിച്ചും ഒക്കെയുള്ള അരുളപ്പാടുകളാണ് കൊടുക്കുന്നത്. ഇവയെല്ലാം നിഷ്കാസനം ചെയ്യാൻ പോവാണ്. മോവാബ് ദേശക്കാരെ സോദോം പോലെയും അമ്മോന്യരെ ഗൊമോറ പോലെയും ആക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രവാചക പുസ്തകത്തിന്റെ പ്രോഫറ്റിക് ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗമായ ഒരു ഓറക്കിൾസ് അഗൈൻസ്റ്റ് നേഷൻസിന്റെ ദേശത്തിനെതിരെ കർത്താവ് നടത്തുന്ന വലിയൊരു ആക്രോശങ്ങളെ കുറിച്ചുള്ള സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സമാപനത്തിലാണ് 3-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്, ജെറുസലേമിനെ ശിക്ഷിക്കുക, ജെറുസലേമിന് കടന്നു വരുന്ന ശിക്ഷയെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ജൂദാദേശത്തിന് കടന്നു വരുന്ന രക്ഷയെ കുറിച്ചും പറയുന്നു. എന്താണ് ജൂദാദേശത്തിന് കടന്നു വരുന്ന രക്ഷ? എത്യോപ്യ ഓരോ ദേശക്കാരെയും ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ച ഗാസ, അഷ്കലോ, മോവാബ്, അമ്മോൻ, എത്യോപ്യ, അതുപോലെ തന്നെ അസീറിയ, ബാബിലോൺ തുടങ്ങിയ എല്ലാ ദേശക്കാരെയും ഈ ജെറുസലേം എന്ന് പറയുന്ന കോട്ടയ്ക്കുള്ളിലേക്ക് ഒന്നിച്ചു കൂട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ജെറുസലേമിൽ ഉണ്ടാകുന്ന രക്ഷയെ കുറിച്ച് പറയുന്നത്. ജൂദാദേശം രക്ഷിക്കപ്പെടുന്നത് ഈ ജനത്തെ മുഴുവനെയും വാഗ്ദാന ദേശത്തിൽ ഒന്നിച്ചു കൂട്ടുമ്പോഴാണ്. കാരണം ഇവിടെ എല്ലാം നാശത്തിന്റെ ഇവയ്ക്കെല്ലാം ദൈവമായ കർത്താവ് ശിക്ഷണം നൽകുകയും ഈ രാജ്യങ്ങൾക്കൊക്കെ ശിക്ഷണം നൽകി
ഏക ദൈവമായ കർത്താവ് ആരാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ഈ ജനമെല്ലാം ജെറുസലേമാകുന്ന ആകുന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ജൂദാ ഗോത്രത്തിലേക്ക് ഏക മനസ്സോടുകൂടി ഒന്നിച്ചു കൂട്ടപ്പെടുന്ന അസാഫ് എന്ന് പറയുന്ന വാക്ക് അതിന്റെ പൂർണ്ണതയിൽ കൊണ്ടുവരുന്ന ഭാഗമാണ് 3-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിൽ ജെറുസലേമിന് കൊടുക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൽ കാണുന്നത്. അതുകൊണ്ട് സഫനിയായുടെ പുസ്തകം മറ്റു പുസ്തകങ്ങളെ പോലെ തന്നെ ഈ ഇസ്രായേൽ ജനത്തിന് കടന്നു വരുന്ന രക്ഷയെക്കുറിച്ച്, ജൂദാദേശത്തിനുള്ള രക്ഷയെക്കുറിച്ച്, പോസ്റ്റ് എക്സീലി പീരീഡിൽ ഉണ്ടാകുന്ന ആ കാഴ്ചപ്പാടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് എന്ന് തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ സാധിച്ചുള്ളൂ. ഒബദ്യായുടെ പുസ്തകം നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈ 2 പുസ്തകങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ബാബിലോൺ പ്രവാസകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 21, 22, 23, 24 അധ്യായങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സെദക്കിയ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. അങ്ങനെ വാഗ്ദാന ദേശം ഇസ്രായേലിന് ജൂദാദേശത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. ഇനി കടന്നു വരാൻ പോകുന്നത് ഈ ദേശത്തിന്റെ നാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അതിനു മുൻപായി മേജർ പ്രോഫറ്റ്സ്, അതിന്റെ പ്രധാനപ്പെട്ട പ്രവാചക ഗ്രന്ഥങ്ങളായ യെശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ എന്നീ പറയുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള ചെറിയ ഇൻട്രൊഡക്ഷൻസ് ആണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലുള്ളത്. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.